नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 45. ഉദ്ധവർ വൃന്ദാവനം സന്ദർശിക്കുന്നു. പേജ് നമ്പർ 408. വൃഷ്ണിവംശത്തിൽ ഏതാണ്ടു കൃഷ്ണനോടൊപ്പം തന്നെ സമുന്നതമായ ഒരു സ്ഥാനമാണ് ഉദ്ധവർക്കുണ്ടായിരുന്നത്. അദ്ദേഹം നല്ല സുഹൃത്തായിരുന്നു. സുരലോകങ്ങളിലെ ആചാര്യനും പുരോഹിതനുമായ ബൃഹസ്പതിയുടെ നേരിട്ടുള്ള ശിഷ്യനാകയാൽ അദ്ദേഹം അത്യന്തം ബുദ്ധിശാലിയും തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ അതീവ കൃത്യതയുള്ളവനുമായിരുന്നു. ബുദ്ധിപരമായി നോക്കുമ്പോൾ സർവഥാ യോഗ്യനുമായിരുന്നു. ഉദ്ധവരുടെ ഉറ്റ സുഹൃത്തായിരുന്നതിനാൽ കൃഷ്ണൻ അദ്ദേഹത്തെ വൃന്ദാവനത്തിലേക്ക് അയക്കാൻ ആഗ്രഹിച്ചു. അവിടെ നിലവിലിരിക്കുന്ന പ്രോന്നതമായ ഭക്തിയുത സേവനം എങ്ങനെയെന്നു അദ്ദേഹം മനസ്സിലാക്കട്ടെ എന്നു കരുതിയും കൂടിയാണങ്ങനെ ചെയ്തത്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ എത്ര തന്നെ സമുന്നത നിലയിലെത്തിയാലും ബൃഹസ്പതിയുടെ ശിഷ്യനാണെങ്കിൽ പോലും ഏറ്റവും ഉയർന്ന രീതിയിൽ എങ്ങനെയാണ് കൃഷ്ണനെ പ്രേമിക്കാൻ കഴിയുക എന്നത് വൃന്ദാവനവാസികളിൽ നിന്ന് വിശേഷിച്ചും ഗോപിമാരിൽ നിന്നും പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയിരിക്കെ വൃന്ദാവനവാസികൾക്കു ആശ്വാസം പകരാൻ ഒരു സന്ദേശവുമായി ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് അയക്കാനുള്ള കൃഷ്ണൻ്റെ തീരുമാനം അദ്ദേഹം ഉദ്ധവരോട് കാണിച്ച സവിശേഷമായ ഒരു ഔദാര്യമാണ്. ഹരി എന്നാണ് ഭഗവാൻ കൃഷ്ണൻ്റെ നാമം. സമർപ്പിതാത്മാക്കളുടെ സമസ്ത ദുഃഖങ്ങളും തട്ടി നീക്കുന്നവൻ എന്നാണിതിൻ്റെ അർത്ഥം. ഗോപിമാർ സാക്ഷാത്കരിച്ച പോലെ സമുന്നതമായ ഒരു ആരാധനാരീതി ഒരു കാലത്തും ഉണ്ടാവുകയില്ലെന്നാണ് ഭഗവാൻ ചൈതന്യൻ പറയുന്നത്. ഗോപികളുടെ ദുഃഖഭാരത്തിൽ ഉത്കണ്ഠാകുലനായ കൃഷ്ണൻ ഉദ്ധവരുമായി സംസാരിക്കുകയും വൃന്ദാവനത്തിലേക്ക് പോകാൻ വിനയപൂർവം അപേക്ഷിക്കുകയുമാവണം ചെയ്തത്. ഉദ്ധവരെ കൈപിടിച്ചു കുലുക്കിക്കൊണ്ടു ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ചങ്ങാതി ഉദ്ധവരെ, ഉടനെ വൃന്ദാവനത്തിലേക്കു പുറപ്പെട്ടാലും അവിടെ ചെന്ന് എൻ്റെ മാതാപിതാക്കളായ യശോദ മാതാവിനെയും നന്ദമഹാരാജാവിനെയും ഗോപിമാരെയും സമാശ്വസിപ്പിച്ചാലും അവർ കടുത്ത രോഗബാധിതരെ പോലെ അങ്ങേയറ്റം വേദനാഭരിതരാണ്, വിഷാദപൂർണരാണ്. അവിടെ എത്തി ഒരു സന്ദേശം നൽകിയാലും ഭാഗികമായെങ്കിലും അവർ വേദനയിൽ നിന്നു മുക്തരാകുമെന്നു ഞാൻ കരുതുന്നു. ഗോപിമാർ സദാ എന്നെക്കുറിച്ചുള്ള ചിന്തയിൽ ആമഗ്നരാണ്.
ശരീരവും ജീവിതവും ജീവിതാഭിലാഷങ്ങളും ആത്മാവും എന്നുവേണ്ട സമസ്തവും അവർ എനിക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ഗോപിമാരുടെ കാര്യത്തിൽ മാത്രമല്ല എനിക്ക് ഉത്കണ്ഠ. സമൂഹം, സൗഹൃദം, പ്രേമം, വ്യക്തിഗതമായ സുഖഭോഗങ്ങൾ എന്നിവയൊക്കെ എനിക്കായി സമർപ്പിക്കുന്ന ആരുടെ കാര്യത്തിലും ഈ ഉത്കണ്ഠ എനിക്കുണ്ട്. ഇത്തരം ശ്രേഷ്ഠരായ ഭക്തജനങ്ങളെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ധർമ്മമാണ്. ഗോപിമാരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. ഞാനുമായുള്ള വിരഹത്തിൻ്റെ പേരിലുള്ള ഉത്കണ്ഠയാൽ വീർപ്പുമുട്ടി മൃതപ്രായരായി തീരുമാറ് അവർ സദാ എന്നെക്കുറിച്ചുള്ള ചിന്തയിലാണ്. ഒട്ടും വൈകാതെ ഞാൻ അവരുടെ അടുക്കൽ മടങ്ങിയെത്തുമെന്നുള്ള ഒരേയൊരു വിചാരമാണ് അവർക്കിപ്പോൾ ജീവഹേതുവായിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് സന്ദേശവുമായി തേരിലേറി ഉദ്ധവർ ഗോകുലത്തിലേക്കു പുറപ്പെട്ടു. സൂര്യാസ്തമയത്തോടെ അദ്ദേഹം വൃന്ദാവനത്തിലെത്തി. അപ്പോൾ ഗോക്കൾ മേച്ചിൽ സ്ഥലങ്ങളിൽ നിന്നു മടങ്ങുകയായിരുന്നു. അവയുടെ കുളമ്പടികളിൽ നിന്നുയർന്ന പൊടിപടലം കൊണ്ടു ഉദ്ധവരും അദ്ദേഹത്തിൻ്റെ രഥവും മൂടപ്പെട്ടു. കാളകൾ ഇണചേരാനായി പശുക്കളുടെ പിമ്പെ പായുന്നു. കുടം പോലുള്ള അകിടുമായി പശുക്കൾ കുഞ്ഞുങ്ങളെ പാലൂട്ടാനായി അവയുടെ പിമ്പെ പായുന്നു. വൃന്ദാവനം മുഴുവനും വെളുത്ത പശുക്കളെയും അവയുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടു നിറഞ്ഞിരിക്കുന്നതായി ഉദ്ധവർ കണ്ടു. ഗോക്കൾ ഗോകുലം മുഴുവൻ തലങ്ങും വിലങ്ങും തിമിർത്തോടുന്നു. പാൽക്കറവയുടെ ശബ്ദം അവിടവിടെയായി കേട്ടു. വൃന്ദാവനത്തിലെ വാസഗേഹങ്ങളൊക്കെ സൂര്യദേവനെയും അഗ്നിദേവനെയും ആരാധിക്കാൻ അലങ്കരിച്ചൊരുക്കിയിരുന്നു. പശുക്കളെയും ബ്രാഹ്മണരെയും അതിഥികളെയും ദേവന്മാരെയും സ്വീകരിക്കാനായി അതതിനുള്ള സ്ഥലങ്ങളും വിശേഷമായി കെട്ടി അലങ്കരിച്ചിരുന്നു. എല്ലാ ഗൃഹവും ദീപങ്ങൾ തെളിയിച്ച് ശുദ്ധീകരണത്തിനും പവിത്രീകരണത്തിനുമായി ധൂപങ്ങൾ കൊണ്ടു പുകച്ചിരുന്നു. വൃന്ദാവനത്തിലെമ്പാടും പൂമാലകൾ കൊണ്ടും പാറിപ്പറക്കുന്ന പക്ഷികളെ കൊണ്ടും മധുമക്ഷികകളുടെ മൂളിപ്പാട്ടുകൾ കൊണ്ടും ഹൃദ്യമായ അന്തരീക്ഷമായിരുന്നു. തടാകങ്ങൾ താമരപ്പൂക്കളാലും നീന്തിക്കളിക്കുന്ന അരയന്നങ്ങളാലും മറ്റു ജലവിഹംഗങ്ങളാലും നിറഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ.